എല്ലാവർക്കും നിസാംസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നോട് ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരു സാധനമാണ് ടു സ്ട്രോക്ക്. സാധാരണഗതിയിൽ നമ്മൾ ഇൻലാൻഡ് വാട്ടറിലെ എൻ്റെയൊക്കെ പോലത്തെ ആക്ടിവിറ്റി ചെയ്യുന്നവർ ഉപയോഗിക്കാറില്ല. കാരണം ഇവിടെ അനുവദനീയമായിട്ടുള്ള ഒരു സാധനമല്ല. പക്ഷേ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സാധനമാണ് ടു സ്ട്രോക്ക്. ഇന്ന് വേൾഡിൽ ഏറ്റവും മികച്ച ഒരു കോമ്പറ്റീറ്റീവായിട്ട് ഈ മേഖലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് തൊഹാസുവിൻ്റെ എവറൺ സീരീസ്. അപ്പോൾ എവറൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടഫ് ബിൽറ്റിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് എവറൺ. 18-30 ഇതൊക്കെ നമുക്ക് ഫിഷർമാൻസിന് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ 50ലേക്ക് പോരുമ്പോഴത്തേക്കും അത് എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് ഒരുപാട് തരം അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നല്ല റഫ് സീയിൽ നല്ല ട്രസ്റ്റ് വേണ്ട, അതേപോലത്തെ വലിയ എഞ്ചിനുകളൊക്കെ യൂസ് ചെയ്യേണ്ട ക്രാഫ്റ്റുകളിൽ ഇപ്പോൾ 30ൻ്റെ 2 യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് ഒരു 50യും ഒരു 9.9 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 50 ചിലപ്പോൾ പ്രയോജനപ്പെടും. ഈ ഒരു റിവ്യൂ നിങ്ങൾ കാണുക. അതായത് ഇൻലാൻഡ് വാട്ടറിലുള്ളവരെ കാണണ്ടെന്നല്ല, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ കണ്ടോ. പക്ഷേ ഇത് ഉപകാരപ്പെടുന്നത് ശരിക്കും ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്കാണ്. അത് പാൻ ഇന്ത്യ എല്ലായിടത്തും ഉപകാരപ്പെടും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സീരീസ് ഉണ്ട്. 18 തൊട്ട് മുമ്പ് ഒരു 15 HP വരുന്നുണ്ട്. അതേപോലെ 30യുടെ തൊട്ട് മുമ്പ് ഒരു 25 HP വരുന്നുണ്ട്. അതേപോലെ 50യുടെ തൊട്ട് മുമ്പേ ഒരു 40 HP വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോർമലായിട്ടുള്ള ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ 15 എന്ന് പറയുന്നതും 18 എന്ന് പറയുന്നതും സെയിം ബ്ലോക്ക്, അതായത് സെയിം കേസ്, സെയിം എൻജിൻ, സെയിം പ്രൊപ്പല്ലർ, സെയിം സ്റ്റം അല്ലെങ്കിൽ റഡർ സൈഡ് എല്ലാം സെയിം ആണ്. വെയിറ്റ് വരെ സെയിം ആണ്. അതിൽ 15 വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്യൂൾ കൺസപ്ഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അതായത് കാർബറേറ്ററും അതിൻ്റെ റീഡും. അതായത് 18 വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടുതൽ ലോഡ് എടുക്കും. അല്ലാതെ ഓവറോൾ സ്പീഡിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ പൊതുവേ ഫിഷർമാന് ലോഡ് എടുക്കേണ്ട ആവശ്യമുള്ളത് കാരണം കമ്പനി പോലും 15 അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ പ്രൈസിലും വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതേ കാര്യം തന്നെയാണ് ഇവിടെ 30 HP-യിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 30യുടെ സ്ഥാനത്ത് 25 എടുത്താലും 30 എടുത്താലും ഇപ്പോൾ കടലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്പീഡ് ഒന്ന് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ്. പക്ഷേ എടുത്തുകൊണ്ട് വരുന്ന ലോഡ് കൂടുതലാണെങ്കിൽ അവിടെ ഇപ്പോൾ 30 കൂടുതൽ പെർഫോം ചെയ്യും. വെയിറ്റും ലുക്കും അപ്പിയറൻസും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസും എല്ലാം സെയിം ആണ്. 50ക്ക് തൊട്ട് താഴെ 40 HP ഉണ്ട്. പക്ഷേ 40 HP-യുടെ വെയിറ്റ് വരുന്നത് 72 കിലോയാണ്. അതേപോലെ തന്നെ 50 HP-യുടെ വെയിറ്റ് വരുന്നത് 72 കിലോയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഇതൊരു ഫുൾ ത്രോട്ടല്ല. ആക്സിലേറ്റർ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്തോരം കുടിക്കും എന്നുള്ള കാര്യമാണ്. അതും ഞാൻ പറഞ്ഞു തരാം. അപ്രോക്സിമേറ്റ് ആണ് കമ്പനി പറയുന്നതും ഉപയോഗിച്ച ഫിഷർമാൻ്റെ അവരുടെ നിന്ന് എടുത്ത ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇനി എല്ലാ ഫിഷർമാൻ അണ്ണന്മാർക്കും, കാരണം എനിക്ക് ഒരുപാട് കോൾസ് തമിഴ്നാട് സൈഡിൽ നിന്ന് വരാറുണ്ട്, പിന്നെ മുംബൈ, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്. കാരണം ഒരുപാട് വീഡിയോസൊന്നും ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല ഈ ഒരു ഒച്ചടകലെ. പിന്നെ നിങ്ങൾക്ക് ഹിന്ദിയിൽ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞേ. എനിക്ക് അറിയാവുന്ന ഭാഷയിലാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ ഇവൻ മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നറിയാം. കാരണം ഓരോരുത്തർ ആവശ്യമാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ സെയിൽസ് മാനേജർ ഉണ്ട് കേട്ടോ. സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പേർട്ടാണ്. അപ്പോൾ ആദിലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദിലിനോട് ചോദിച്ചിട്ട് പറയാം. കാരണം ഇതിൻ്റെ ഒരു ഗൂഗിളിലൊരു സ്പെക്ക് എടുത്തിട്ടല്ല നമ്മൾ പറയുന്നത്, ഉപയോഗിച്ച ആൾക്കാരോടും കൂടി റിവ്യൂ ചോദിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തൊഹാസുവിൻ്റെ സെയിൽസ് കം സർവീസ് കോർഡിനേറ്റർ എല്ലാം ആയിട്ടുള്ള ആദിലിനോട് നമുക്ക് ചോദിക്കാം. അതായത് 18 HP 2 സ്ട്രോക്ക് എൻജിൻ ഫ്യൂവൽ എത്ര കൺസ്യൂം ചെയ്യും? അതായത് ഹാൻഡിൽ മൊത്തം തിരിച്ചു പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരയിലെ പോലെ അല്ല, കടലിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നിനും ഇവന്മാരോട് ഒരു തുള്ളി സിമ്പതി ഇല്ല. കാരണം ഇവർക്ക് ടൈം, അതാണ് ഇവരുടെ ക്യാഷ്. അപ്പോൾ പോകുന്നതും വരുന്നതും ലോഡെടുത്ത് വരുന്നതും എല്ലാം എൻജിനെ കരയിപ്പിച്ച് കൊല വിളിച്ചാണ് വരുന്നത്. പിന്നെ വാട്ടർ കൂളായത് കാരണം യുവമാർക്ക് അത് അധികം ഏക്കാറോ ഒന്നുമില്ല. പിന്നെ ഇത് എക്സ്ക്ലൂസീവ്ലി തൊഹാസു ഈ ഫിഷർമാന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ടഫ് ബിൽഡാണ്. അതെ, എവറൺ എന്ന് പറഞ്ഞ ഒരു സീരീസിലാണ് ഈ എഞ്ചിൻ വരുന്നത്. ഇത് തീർത്തും നമുക്ക് ഫിഷർമാനായിട്ട് ഡിസൈൻ ചെയ്തൊരു, അതായത് ഇടക്ക് വെച്ച് മരിക്കരുത്, അതായത് ചത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടി റിജിഡായിട്ട് ടഫ് ബിൽഡായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നല്ല പൊരുതി ഇടിച്ച് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് 18 HP ആൻഡ് 15 HP is ഓൾമോസ്റ്റ് സെയിം. ഇത് 18 HP എന്തോരം ഫ്യൂവൽ എടുക്കും? ഇത് ഒരു മണിക്കൂർ നമുക്ക് ഫുൾ സ്പീഡിൽ, നമ്മൾ ടോട്ടൽ ഫുൾ സ്പീഡിൽ ഫുൾ ത്രോട്ടിൽ പോവുകയാണെങ്കിൽ ഏകദേശം കമ്പനി പറയുന്നത് 8.5 ലിറ്ററാണ്. 8.5 ലിറ്ററാണ് കമ്പനി പറയുന്നത്. 8.5 ലിറ്റർ. 1 ലിറ്ററിന് 30 ml 2T ഓയിൽ അതിൽ പെട്രോളിൽ മിക്സ് ചെയ്തിരിക്കണം. അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. അത് ഇവൻ്റെ ആഹാരമാണ്.
അപ്പൊ ഇതിന്റെ വെയിറ്റ് വരുന്നത് എങ്ങനെയാ? വെയിറ്റ് ഏകദേശം 42 കിലോ ആണ് ഇതിന്റെ. 42 കിലോ ആണ് വെയിറ്റ്. നോർമലി ഔട്ട് ബോർഡ് എഞ്ചിനുകൾ ഇപ്പൊ 4 സ്ട്രോക്കിലോട്ടൊക്കെ വരുമ്പോ 6000+ RPM പോകുന്നത്. ഇവന്മാര് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ട ഒരു കാര്യം, ഒരു 5200 to 5700 800 RPM ഉള്ളൂ. അതായത് ഇവന്മാര് ഭാരം വഹിക്കുന്ന ഒരു കഴുതകളായിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കണം എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, അല്ലേ? അതായത് സ്പീഡ് അതേപോലെ തന്നെ കൂടുതൽ ലോഡ് വലിക്കുക. അതെ അതെ, നല്ല പൊതുവെ നല്ല നമുക്കിപ്പം കസ്റ്റമറുടെ അടുത്തുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ഇതിന്റെ ഫ്യൂൽ കൺസപ്ഷൻ പ്രോപ്പർ 8.5 ആണ്. അതിൽ കൂടുതലായിട്ട് കത്തുന്ന കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് മാത്രമല്ല, നമ്മൾ ഫുൾ ത്രോട്ടിൽ വെക്കാതെ ഒരു മുക്കാലി അല്ലെങ്കിൽ ഹാഫ് ത്രോട്ടിലൊക്കെ ഓടുമ്പോൾ അതിനനുസരിച്ച് ഫ്യൂൽ കൺസപ്ഷനിൽ ഡ്രാസ്റ്റിക് ചേഞ്ച്. നല്ല, കാരണം ഇത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഈ എഞ്ചിൻ ഞങ്ങള് ട്രാക്കിൽ ഓടിച്ചാട്ടോ, അതായത് റേസ് ട്രാക്കിൽ യൂസ് ചെയ്ത ആളാണ് ഞാൻ തന്നെ. അപ്പൊ അത് കാരണം എനിക്കറിയാം അത്. അതായത് നമ്മൾ പകുതി ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പകുതി ഫ്യൂവൽ അല്ല, പകുതിയുടെ താഴത്തോട്ട് പോരും. നമുക്ക് അന്ന് സ്പീഡിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ, ഒരു 3/4 ഭാഗം സ്പീഡും കിട്ടും. ഈ ഫുൾ ത്രോട്ടിലോട്ട് പോകുമ്പോൾ എഞ്ചിനെ നന്നായിട്ട് പണിയെടുപ്പിക്കണം. പിന്നെ ചിലവർക്ക് സമയമാണ് വലുത്. അപ്പൊ ഫിഷർമാൻ അതൊന്നും ബോധോടല്ല, മണി ഡസിൻ അല്ലെങ്കിൽ ഫ്യൂവലൊന്നും മാറ്റർ അല്ല. വെയിറ്റ് വരുന്നത് 42 kg ആണ് വരുന്നത്. ഈ 42 kgയിലും ചെറുതായിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ടഫായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ കമ്പോണൻസും കുറച്ചും കൂടി ഹെവി മെറ്റീരിയലും ഹെവി മെറ്റൽ തിക്നെസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു എൻഡുറൻസിന് വേണ്ടിയിട്ട്, എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യക്ഷമത ശേഷി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? ഇതും അതേപോലെ കമ്പനി എന്താണ് പറയുന്നത് ഇതിന് ഫ്യൂൽ കൺസപ്ഷൻ? ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ ഫുൾ സ്പീഡിൽ നമ്മൾ ഓടുകയാണെങ്കിൽ ഏകദേശം 13 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂൽ കൺസപ്ഷൻ. അതായത് ഇവൻ 8.5 എത്തുമ്പോൾ ഇത് ഏകദേശം 13 ലിറ്റർ. എല്ലാ ഫിഷർമാനും അറിയാവുന്ന ഒരു കാര്യമാണ്. 18ന്റെ 2 വെക്കുന്നതാണോ 30ന്റെ 1 വെക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കലി 30ന്റെ 1 വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എപ്പോഴും 2 എഞ്ചിൻ ഫിഷർമാൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്ന് ഒരുപാട് ദൂരെ പോകുമ്പോഴത്തേക്കും സേഫ്റ്റി സൈഡ് എനിഹൗ ഇതെല്ലാം ഒരു മെക്കാനിക്കൽ കമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന മെഷീൻസ് ആണ്. അപ്പോൾ ഒന്നിന് ഫെയിലിയർ വന്നു കഴിഞ്ഞാലും കരയിലേക്ക് വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2 എഞ്ചിൻ എല്ലാ ഫിഷർമാൻസും പ്രിഫർ ചെയ്യുന്നത്, അതായത് ആഴക്കടലിലേക്ക് പോകുന്നവർ. അപ്പോൾ 30 HP വരുന്ന ഫ്യൂൽ കൺസപ്ഷൻ 13 ലിറ്റർ ആണ്. എങ്ങനെ ഓടിച്ചാലും അല്ല, ഏറ്റവും ഫുൾ ത്രോട്ടിൽ എല്ലാവർക്കും അറിയാം. അതനുസരിച്ച് നമ്മൾ ത്രോട്ടിൽ മാറ്റം വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. അതായത് 30ഉം 25ഉം തമ്മിൽ ചെറിയ പൈസയുടെ വ്യത്യാസമുള്ളൂ കേട്ടോ. എന്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ പറയുവാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ 25, ഗോ ഫോർ 30. അതാണ്. ഇവനോട് ഞങ്ങൾക്ക് പ്രണയമാണ്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അപാരമായ പ്രേമമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ടില്ലർ ഹാൻഡിൽ വെച്ചിട്ട് ഓടിച്ച ഒരു സാധനമാണ്. പിന്നെ ഞങ്ങൾ റേസ് ട്രാക്കിൽ പോയപ്പോഴത്തേക്കും എല്ലാവരും RC അതായത് റിമോട്ട് വെർഷൻ എഞ്ചിന് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രം ഉണ്ടായുള്ളൂ എഞ്ചിനെ ഇങ്ങനെ തൊട്ടെറിഞ്ഞ് പിടിച്ചു നിർത്തി ഓടിച്ചത്. അവിടെ ഒരു കാര്യം അവർ അംഗീകരിക്കോ ഇല്ലെന്ന് അറിയില്ല, അവിടെ ഏറ്റവും ഇനീഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരു എഞ്ചിനായിരുന്നു. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 100 ചില്ലാനം ലിറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് വെറും 2 ദിവസം കൊണ്ട്. 100 ചില്ലാനം ലിറ്റർ പെട്രോൾ കത്തിച്ച് അത്രയും ഞങ്ങൾ ഇവനെ പണിയെടുപ്പിച്ചു, ഞങ്ങൾ സുഖിച്ചു. ഈ കാര്യം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരനെയും കൂടി വിളിക്കണം. കാരണം നമ്മളൊരു ഹൈ സ്പീഡ് നമ്മൾ എൻജോയ് ചെയ്ത, നമ്മുടെ ബോട്ടിൽ എൻജോയ് ചെയ്ത ഇവന്റെ റിതം, സ്വരം, സുഖം അല്ല, അത് സ്പീഡല്ല ആക്ച്വലി ആ സ്പീഡിലേക്ക് എത്തിച്ച ടൈമാണ്. ഒരു ഞൊട്ട അടിക്കുന്ന പോലെ ഇവൻ, അതായത് ഇവന്റെ ടോർക്ക്, ഇനീഷ്യൽ ടോർക്ക് ഒരു രക്ഷയില്ല. അത് അത്ര രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇത് അമ്മിക്ക് അന്ന് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഇലക്ട്രിക് കാറൊക്കെ ഇനീഷ്യൽ എടുക്കുന്ന ഒരു ഫീല്, പെട്ടെന്ന് മറ്റേ സ്പീഡ് കയറുന്നൊരു. പിന്നെ ഒരിക്കലും ഒരു ഫിഷർമാൻ ഈ പെർഫോമൻസ് ഒന്നും കിട്ടില്ല. ഞങ്ങളുടെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. പക്ഷേ എവർ റൺ എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് ഈ റേസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ആൾ പറഞ്ഞു, എവർ റണ്ണിന് നിങ്ങൾക്ക് അറിയില്ല, ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് അതേപോലെയുള്ള പർപ്പസിനാണ്, അത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അത് അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. അല്ല, ഇത് വെയിറ്റിന്റെ കാര്യം പറഞ്ഞാലേ, ഇത് ഞങ്ങൾ ഒരാൾ ഓടിച്ചപ്പോൾ 49-50 കിലോമീറ്റർ സ്പീഡ് കയറി. ഇത് തന്നെ സെയിം ബോട്ടിൽ 10 പേരെ കയറ്റി വെച്ചിട്ട് ഓടിച്ചപ്പോ ചെറിയ ഡ്രോപ്പ് 48 സ്റ്റഡി ആയിരുന്നു. ശരിക്കും ഇവൻ എഞ്ചിൻ അറിഞ്ഞിട്ടില്ല. ഇവനെ ഞങ്ങള് വിളിക്കുന്നുണ്ട്, ഇവനെ ഞങ്ങള് പൊട്ടനെന്നാണ് വിളിക്കുന്നത്. ഇവന്റെ പുറത്ത് ആരൊക്കെ കയറുന്നൊന്നും മനസ്സിലാക്കാനുള്ള, അതായത് ബ്രെയിൻ ഇല്ല, ഇവന് ശേഷിയില്ല. ഇവന് പണിയെടുക്കാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് പെട്രോൾ തരൂ, എന്നെ അഴിച്ചു വിടുമെന്ന് പറയുന്ന പോലത്തെ ഒരു ഭീകര സാധനം. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും ഞാൻ പറയാം. ഇതിൻ്റെയൊക്കെ ഫ്യൂൽ കൺസപ്ഷൻ എനിക്കറിയാം കേട്ടോ. പിന്നെ നമ്മൾ ഒരിക്കലും ഇൻലാൻഡിൽ ഫുൾ ടൈം 1 hour ഒന്നും ഇവനെ സ്ഥിരമായിട്ട് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും
ഒരു ജില്ലയ്ക്ക് അപ്പുറത്തേലും. ഇത് എത്രയാണ് ഒരു മണിക്കൂർ ഫുൾ ത്രോട്ടലില്? 21 ലിറ്ററാണ് കമ്പനി പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത്ര എടുക്കില്ല കേട്ടോ. കാരണം അതിൽ താഴെയാ, കാരണം പല ആക്സെപ്റ്റ്സ് ഉണ്ട്. അതിനേക്കാൾ ബേസ് ചെയ്ത് നമ്മളിങ്ങനെ 1 മണിക്കൂർ ഫുള്ളായിട്ട് നിസാം അങ്ങനെ ഓടിച്ചു നോക്കിയിട്ടാണോ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഞങ്ങളുടെ ആവറേജ് യൂസ്, കാരണം ഇതിങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ പലർക്കും പേടി വരുമ്പോൾ തോന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്താണ്. ഭയങ്കര സ്നേഹമാണ്, ഞാൻ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ചെറിയ ബോട്ടയിൽ ഇത്ര സ്പീഡിൽ കൊണ്ടുപോയ ഒരു എഞ്ചിനാണ്. അപ്പോൾ ഈ പറയുന്ന കമ്പനി പറയുന്നതിൽ കൂടുതൽ കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റഫായിട്ട് യൂസ് ചെയ്യുക, ഈവൻ സർവീസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. പക്ഷേ ഈ ഫിഷർമാൻമാരെ ആരും നോക്കില്ല അല്ലേ? അപ്പോൾ സർവീസ് ഇൻ്റർവെൽസ് ഒക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഒരിക്കലും ഒരു കമ്പനി സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി സ്റ്റാഫ് പറയില്ല. പക്ഷേ ഇവർക്ക് അറിയാം, വാസ്തവം അതാണ് അല്ലേ? ചെയ്യില്ല. അപ്പോൾ ചെയ്താൽ അത് വീണ്ടും വീണ്ടും ഇവൻ്റെ എൻഡ്യൂറൻസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇവൻ്റെ ക്ഷമത, ഇവൻ്റെ ലൈഫ് സ്പാൻ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 72. ഇത് പ്രത്യേകം വീഡിയോയിൽ അതിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് 50 എടുക്കാൻ കുറേ ഫിഷർമാൻമാർ പേടിക്കുന്നു എന്ന് പറഞ്ഞു. അത് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ കേട്ടോ. 40 അതിൽ വിട്ടിട്ടുണ്ട്, കുറച്ചധികം വിട്ടിട്ടുണ്ട്. പക്ഷെ 50-ലോട്ട് വരുമ്പോൾ അവർക്ക് പേടിയാ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇഗ്നോറൻസ് ആണ്. വിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം എഞ്ചിനാണ്. 40 എത്ര കിലോ ആണ്? 40 HP എത്ര കിലോ ആണ്? നമുക്ക് വരുന്നത് 72 കിലോ ആണ്. ഇതും വരുന്നത് 72 കിലോ ആണ്. ഫ്യൂൽ കൺസപ്ഷനില് ഒരു സ്ലൈറ്റ് ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഒരു 3 ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു പേഴ്സണലി, എവർറണ്ണിന്റെ ഏത് സീരീസ് എടുത്താലും നെക്സ്റ്റ് അതേ ബ്ലോക്കിലെ ഹയർ എൻഡ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. കാരണം നമുക്ക് പ്രൈസ് അധികം കൂടുതൽ വരുന്നില്ല, ഫ്യൂൽ കൺസപ്ഷനും കമ്പാരിറ്റീവ്ലി ഒരുപാട് കൂടുതൽ വരുന്നില്ല. പക്ഷെ പെർഫോമൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലോഡ് വലിക്കാനുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെറ്റർ ഗോ ഫോർ 50. പക്ഷേ ഇവിടുത്തെ ഫിഷർമാൻമാർ ആരും ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത കാരണം 50 എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലുന്ന സ്പീഡാണോ അല്ലെങ്കിൽ ഇവൻ ചതിക്കുമോ എന്നൊക്കെ ഉള്ള അല്ലേ, ഭീകരനായിട്ടൊക്കെ കാണുന്നത്. പക്ഷേ ഭീകരത ഇല്ല കേട്ടോ ഇതിനകത്ത്. ഇവന്മാരുടെ പെർഫോമൻസ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ്. അതായത് ഇത് ഒരുപാട് സ്പെക്കിൽ പറയുമ്പോഴത്തേക്കും കുറേ കാര്യമുണ്ട്. പ്രൊപ്പല്ലറിൻ്റെ പിച്ച് എന്നൊക്കെ പറയും, അത് ഫിഷർമാൻമാർക്ക് അറിയാം. ഇത് ശരിക്കും ലോഡ് വലിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രൊപ്പല്ലറാണ്. ഇവന് ബോട്ട് ഏത് തന്നെ ആയാലും ആ ബോട്ടിൽ ലോഡ് ഉണ്ടെങ്കിലും ലോഡ് ഇല്ലെങ്കിലും വലിയ കാര്യമായ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എവർറൺ അന്ന്, നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ കോമ്പറ്റീറ്റേഴ്സിന് ശരിക്കും ഒരു വെല്ലുവിളി നടത്തിയതും പിന്നെ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രാന്തന്മാരുണ്ട്. അപ്പോൾ ഞാൻ ഇതുമായിട്ടാണ് റേസിൽ ഇറങ്ങുന്നത്. എവർറൺ സീരീസാണ് അന്ന് പൊളിക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനീഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മുട്ടാനോ അല്ലെങ്കിൽ ഇവൻ്റെ ആ റിതം. പിന്നെ വേറൊരു കാര്യം നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവൻ 3 സിലിണ്ടറാണ്. 40 തൊട്ട് മേളിലോട്ട് 3 സിലിണ്ടർ, 3 സിലിണ്ടറാണ്. ഇതും അതും 2 സിലിണ്ടറാണ് വന്നെ. അപ്പൊ സൗണ്ടിന്റെ ഈ ഫുൾ ത്രോട്ടലിലൊക്കെ പോകുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസവും അല്ലെങ്കിൽ കുറച്ചും കൂടി രസം ഒരു ഇരിപ്പ് വന്ന. ഇവന് ഇച്ചിരി പക്വത കൂടുതലാണ് ഈ 42 മേളിലോട്ട്. ഇവന് ആ 2 സിലിണ്ടറിന്റെ ആ ബീറ്റിന്റെ ഒരു ഋതം ഇല്ലേ, അതും കമ്പാരിറ്റീവ്ലി കോമ്പറ്റീറ്റേഴ്സിനെ എനിക്കറിയാം. അവരുടെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സംഭവമായിട്ട് അത് ഡെസിബൽ കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കിയാലേ കൃത്യം അറിയുള്ളൂ. ബട്ട് ഐ പേഴ്സണലി ഫീൽ ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇതാണ് സാധനം. ഈ 3 സാധനം എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനാണ്. പിന്നെ ഇന്ത്യയിലെ എല്ലായിടത്തും ഇവർക്ക് സർവീസ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഫിഷർമാനും മേടിക്കാം. മിനിമം മെയിൻ്റനൻസേ വരുള്ളൂ. അതേപോലെ പലരും ചോദിക്കാറുണ്ട്, ഈ തൊഹാസ് നമുക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരല്ല. നിസാൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ അല്ലെ സബ് ഡിവിഷനാണ്, മറൈൻ ഡിവിഷനാണ് തൊഹാസു എന്ന് നിങ്ങൾ അറിയപ്പെടുന്നത്. അതായത് ടൊയോട്ടേനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ടൊയോട്ടേനെ ഇടിച്ചിട്ടേക്കണ ഒരു സാധനം കേട്ടോ നിസാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാറുകളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലാൻഡ് ക്രൂസറും പെട്രോളും തമ്മിൽ ഭയങ്കര വലിയ മൽപ്പിടുത്താ. ഞാനാണ് രാജാവ്, നീയാണ് രാജാവ്. പക്ഷേ പെട്രോൾ ഇച്ചിരി മുകളിലാണെന്ന് തോന്നുന്നു അല്ലേ. നിസാൻ ഭയങ്കര ഡ്യൂറബിളാണ്. ഇതെല്ലാം ജപ്പാനീസാണ്. പിന്നെ ഈ ഒരു എഞ്ചിനും ഒരു ചൈനീസോ അല്ലെ തായ്വാനോ തായ്ലൻഡോ മേക്കല്ല, എക്സാക്ട് ജപ്പാനാണ്. പിന്നെ പ്യുവർ ജപ്പാൻ മെറ്റൽ ക്വാളിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പണിക്കാണ്. അതായത് പണിയെടുക്കുക, കുടുംബം പോറ്റുക. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഇത് അറിയിച്ചു തരാൻ. കാരണം ഒരുപാട് പേര് ചോദിക്കുമ്പോഴത്തേക്കും ഈ 2 സ്ട്രോക്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ആദിലിനോട് താങ്ക്സ്. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇവന്മാരുടെ വെച്ചിട്ട് ചെറിയ ടെസ്റ്റ്, കാരണം ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, ആ ടൈമിൻ്റെ അകത്ത് നിർത്തിയിട്ട്
ഒരു എൻജിൻ മറ്റു എൻജിനിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാവുന്നു, അതിൻ്റെ പെർഫോമൻസ് നമുക്കൊരു പുതിയൊരു ബോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കെൽപ്പ്, ഇവൻ്റെ എന്താ പറയുക, ഈ കഴുതേനെ പോലെ വലിക്കാനുള്ള ശേഷി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 2000 കിലോ ഭാരം വരുന്ന ബോട്ടിനെ കൊണ്ടുവന്നിട്ടാണ് ഇവനെ ചുമപ്പിക്കുന്നത്. അത് 18 HP എൻജിനെ തൊട്ട് 30ഉം 50ഉം ഈ 2000 kg വെയിറ്റ്, അതായത് നെറ്റ് വെയിറ്റ് വരുന്ന ബോട്ടിൽ ലോഡും അത്യാവശ്യം നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതും വെച്ചിട്ട് നമ്മൾ ട്രയൽ നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അതായത് എവറിത്തിങ് ഇൻ ഫിഗേഴ്സ്. അങ്ങനെ എന്തായാലും നമുക്ക് സ്പീഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളും നോക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇസ്മി നിസാം വൺസ് അഗൈൻ സൈനിങ് ഓഫ്. പിന്നെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ കൂടെ നിൽക്കാം.